ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. SVM വെച്ച് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന്. SVM നിങ്ങൾക്കറിയാം, സപ്പോർട്ട് വെക്റ്റർ മെഷീനാണ്. ഒരു ഹൈപ്പർ പ്ലെയിൻ വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യണ മെത്തേഡാണ് ഈ SVMൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ലാസ്റ്റത്തെ 3 ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിച്ച സെയിം ഡാറ്റ സെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കാരണം തന്നെ ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്യണ വരെയുള്ള സ്റ്റെപ്പുകൾ ഞാൻ ഓൾറെഡി റൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ലാസ്റ്റ് 3 ക്ലാസിഫിക്കേഷനിലും ഉപയോഗിച്ച സെയിം ഡാറ്റ സെറ്റാണ്. അതുകൊണ്ടാണ് അത്ര ഓൾറെഡി റൺ ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയാത്തവർ അല്ലെങ്കിൽ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി. അതിലെല്ലാം പറയേണ്ടത് ഇതെന്താ, ഓരോന്ന് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം മോഡലിൽ എന്താണ് ചേഞ്ച് വന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് SVMന് വേണ്ടിയിട്ട് ഉപയോഗിക്കണ സംഭവം എന്ന് പറഞ്ഞാൽ SVC ആണ്. അത് sklearn-ലാണ് അത് ഇരിക്കണത്. sklearn.svmലാണ് SVC എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇരിക്കുന്നത്. ആദ്യം തന്നെ അത് ഇമ്പോർട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ ഈ SVC എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ആട്രിബ്യൂട്ട് ഉണ്ട് ശരിക്കും. അതേപോലെ കേണൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. കേണൽ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, സപ്പോർട്ട് വെക്റ്റർ മെഷീനിൽ എന്താണ് കേണൽ ഫംഗ്ഷൻ എന്നുള്ളത്. നമ്മുടെ ഈ നോൺ ലീനിയർ ഡാറ്റയിലെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെ ഹയർ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് പല പല ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കേണൽ ഫംഗ്ഷൻ എന്ന് പറയണത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ തന്നെ പലതരം ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പോളിനോമിയൽ ഉണ്ട്, അതേപോലെ ലീനിയർ ഉണ്ട്, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരു ഫംഗ്ഷനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് RBF എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ കേണലിൻ്റെ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അതിന് വന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ RBF ആണ്, ആ കേണൽ ഫംഗ്ഷനായിട്ട് തന്നെ. അപ്പോൾ ഈ RBF കൊടുക്കുമ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ട ഒരു ആട്രിബ്യൂട്ടാണ് ഈ ഗാമ എന്ന് പറയുന്നത്. അത് ഈ ബൗണ്ടറിയുടെ കർവേച്ചർ എന്തോരം അങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഓട്ടോ ഇട്ടാൽ മതി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കേണൽ വേറെ ഫംഗ്ഷൻ കൊടുക്കണമെങ്കിൽ കേണൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്താൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ കേണലൊന്നും കൊടുത്തില്ലെങ്കിൽ അതെടുക്കുന്നത് RBF ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. വേറെ ഒന്നും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയില്ല. ലാസ്റ്റത്തെ വീഡിയോ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ബാലൻസ്. അപ്പോൾ നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഇനി കൺഫ്യൂഷൻ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാലും പ്രിൻ്റ് ചെയ്യാലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തേക്കണതാണ്. ഇത് മാർക്ക് ഡൗൺ ആയിപ്പോയി, കോഡാക്കിയിട്ട് റൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ 4 തരം പറഞ്ഞു. ആദ്യം നെയിം ബേസ് ചെയ്തു, അത് കഴിഞ്ഞ് ഡിസിഷൻ ട്രീ ചെയ്തു, പിന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്തു. ഇപ്പോൾ അതേ SVM കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചാൽ മതി. ആകെ അവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ഈ മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യണോടത്ത് മാത്രം. അത് ഈ ഒരൊറ്റ ലൈനിൽ, ഈ ഫസ്റ്റത്തെ 2 ലൈനിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അത് മാത്രമേ നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഡിസിഷൻ ട്രീ ആണെങ്കിൽ അതിൻ്റെ ഏത് ക്ലാസ്സാണെന്ന് നോക്കുക. അതേപോലെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കുക. അതുപോലെ ഇപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ ഏത് ഉപയോഗിച്ച് ചെയ്യണമെന്ന് നോക്കുക. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക. ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ് നമ്മൾ ചെയ്യണത്. ക്ലാസിഫിക്കേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കേസും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം.